ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് എന്ന ഒരു വലിയൊരു ഷോയുടെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവസാനത്തെ 5 കണ്ടസ്റ്റൻസ്, അതായത് ജാസ്മിൻ, ജിൻഡോ, അർജുൻ, ശ്രീതു, പിന്നെ അഭിഷേക്, ഇങ്ങനെ 5 പേരാണുള്ളത്. അപ്പോൾ ഈ 5 പേരെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആർക്കാണ് കപ്പ് കിട്ടുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു സമയം കൂടിയാണ്. പക്ഷേ ഞാനൊരു പ്രവചനം നടത്താൻ താല്പര്യപ്പെടുന്നു. മിക്കവാറും ഇന്ന ആൾക്ക് കപ്പ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. എങ്ങനെ ഭയങ്കര അധികമായിട്ട് തല തിരിച്ചും മറിച്ചും അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയിട്ടും ഇന്ന ആൾക്ക് കപ്പ് ഷുവറായിട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ ഓരോരുത്തരുടെ കാര്യങ്ങളുടെ താല്പര്യം. ഇപ്പോൾ അഭിഷേക് വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു വന്നത്. എന്നാൽ പോലും നന്നായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ കളിയിലൊക്കെ വിജയിച്ചു. ക്യാപ്റ്റൻസി അങ്ങനെയൊക്കെ അദ്ദേഹം മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മുടെ അർജുൻ കുറച്ച് നാൾക്ക് ഇങ്ങനെ ഒരു അനക്കൂലാണ്ടിരുന്നെങ്കിലും ഈ അവസാന സമയത്തായപ്പോഴേക്കും ഉള്ളിലുള്ള യഥാർത്ഥ ഒരു മനുഷ്യൻ പുറത്തു വന്ന രീതിയിൽ ആക്റ്റീവായി കുറച്ചുകൂടി. അപ്പോൾ പിന്നെ അടുത്തത് നമുക്ക് നോക്കുമ്പോഴാണ് ശ്രീതുവും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കൂടി പുറത്തോട്ട് വരാനുണ്ട്. അപ്പോൾ അവർക്ക് ടോപ്പ് 5 വരെ എത്തില്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീതു. പക്ഷെ എത്താൻ കഴിഞ്ഞു. അത് എന്തൊക്കെയോ ലക്കും അതിൻ്റെ ഒരു ഇപ്പോൾ നമുക്ക് കാണുന്നില്ല. വോട്ടിംഗ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. വോട്ടിങ്ങിലൂടെയാണ് ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ വോട്ടിംഗ് കൂടുതൽ കിട്ടാൻ അങ്ങനെയും സാധ്യതയുണ്ട്. പിന്നീട് നോക്കുമ്പോഴാണ് നമ്മുടെ ജിൻഡോ എന്ന് പറഞ്ഞ ആള് നല്ല ജിംനാഷ്യം ട്രെയിനർ, ഒരുപാട് സ്ഥലങ്ങളിലെ ജിംനേഷ്യംസ് ഒക്കെ ഉള്ള ആള് കൂടിയാണ്. സിനിമയിലൊക്കെ ഒരുപാട് ഷോർട്സ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ചില ഭാഗങ്ങളിൽ ജിൻഡോ എന്ന് പറഞ്ഞ ആള് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല. പിന്നെ അടുത്തത് ജാസ്മിൻ ഷുവർ. ജാസ്മിൻ നല്ല പെർഫോമൻസ് ആണ് എല്ലാ കാര്യത്തിലും. പിന്നെ പുറമേ തന്നെ ഒരുപാട് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആളാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും നല്ല പെർഫോമറാണ്. പക്ഷെ ആർക്ക് കപ്പ് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ വിഷയം. അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ ദിവസത്തെയും പെർഫോമൻസ് അനുസരിച്ച് ഇന്ന ഓരോരുത്തരുടെയും വോട്ടിന് വേരിയേഷൻ വരുന്നു. ഒരു ദിവസത്തെ വോട്ടായിരിക്കില്ല അടുത്ത ദിവസത്തെ വോട്ടായിരിക്കില്ല വേറെ അടുത്ത ദിവസം. അപ്പോൾ അവരുടെ വോട്ടിൻ റേറ്റിന് വേരിയേഷൻ വരും. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിക്കോളും ചിലപ്പോൾ മുകളിലേക്ക് വരുന്നത്. ബിഗ് ബോസ് ഷോയിൽ പലതവണയായിട്ട് കേട്ടിട്ടുള്ള ഒരു ശബ്ദമാണ് ബിഗ് ബോസ് ഷോ എന്നാൽ പ്രവചനാതീതമാണെന്ന്. അപ്പോൾ എന്താണോ പ്രവചിച്ചത് അത് നേരെ ഓപ്പോസിറ്റായിരിക്കും നടക്കാൻ പോകുന്നത്. ഒരുപാട് പേരൊക്കെ അപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്നയാളായിക്കോളും, പക്ഷെ വിജയിച്ചത് വേറൊരാളായിരിക്കും. കഴിഞ്ഞ തവണ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരാളായിരുന്നു, പക്ഷെ കിട്ടിയത് വേറൊരാളായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇത് പ്രതീക്ഷകൾക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധം റിസൾട്ട് കിട്ടണമെന്നില്ല. പ്രേക്ഷകർ ഇന്നത് പ്രതീക്ഷിക്കുന്നു, പക്ഷെ അവർക്ക് വോട്ട് ചിലപ്പോൾ കയറിയിട്ടുണ്ടാകാം. അപ്പോൾ ഈ ഷോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് പ്രവചനാതീതമാണ്. ഒരുപാട് ആഗ്രഹിക്കുന്ന പലരും ആഗ്രഹിക്കുന്നത് ഈ 5 പേരിൽ ആരെങ്കിലും ഒരാൾ. ഇപ്പോൾ കൂടുതലും ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജാസ്മിനൊക്കെ ആയിരിക്കാം. കൂടുതലും വോട്ട് കിട്ടാൻ സാധ്യതയുള്ള നല്ല ഒരു പുള്ളിയെ വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഷോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഷോ കൊണ്ടുപോകുന്ന ആൾക്കായിരിക്കണം വോട്ട് കൂടുതൽ കിട്ടേണ്ടതെന്ന് അവർ പ്രവചിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് ലേഡിയും കൂടിയാണ്, ലേഡി കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ സാധാരണ ലേഡീസ് കണ്ടസ്റ്റൻ്റ് പ്രത്യേക ഒരു ആനുകൂല്യം
അതിനുള്ള സാധ്യത കൂടുതലും ഉള്ളത് കൊണ്ട് ഇനി അങ്ങനെ വല്ല പക്ഷാപാതം കാണിക്കുക എന്നുള്ളൊരു പേടിയും പ്രേക്ഷകർക്കുണ്ട്. പിന്നീട് അടുത്ത ഫേമസ് ആയിട്ടുള്ള ആളാണ് ജിൻഡോ ബ്രോ, ജിൻഡോ ചേട്ടൻ. ജിൻഡോ, മിസ്റ്റർ ജിൻഡോ ആരും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഇന്റലക്ച്വൽ ഗെയിമിങ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു ഇന്റലക്ച്വൽ ഗെയിം ആളുകൾ നോക്കുമ്പോൾ ഒരു ഒന്നും കളിക്കാണ്ട് വെറുതെ ഇരിക്കുന്ന ഒരാളെ പോലെ തോന്നുമെങ്കിലും അങ്ങനെ തോന്നിപ്പിച്ച് പിന്നെ ഇടക്ക് ഓരോ സ്റ്റെപ്സ്, ഓരോ കരകൾ നീക്കുക എന്നതായിരിക്കണം ജിൻഡോ ബ്രോയുടെ ഒരു ഗെയിം പ്ലാനിങ്. അപ്പോൾ ഇതൊക്കെ സമയത്ത് നേരത്തും കാലത്തൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ കിടക്കുന്ന കലണ്ടറിൽ 2023 കുഴപ്പമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഗെയിം പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ പ്രത്യേകിച്ച് പിന്നെ അഭിഷേക് പോയിന്റ് ചില സമയത്ത് അഭിഷേകിന്റെ പോയിന്റ്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. ഒരു ചെറിയൊരു ഇതിലൊക്കെ വളരെ ഹൈ ആയിട്ടുള്ള പോയിന്റ്സ് ഡയറക്റ്റായിട്ട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്ന ആളാണ് ഈ അഭിഷേക് എന്ന് പറയുന്നത്. അഭിഷേക് പിന്നെ പറയുന്ന സിജോ പ്രതീക്ഷിക്കുന്ന ആളായിരുന്നു സിജോ. പക്ഷേ സിജോ അൺഫോർച്ചുനേറ്റ്ലി ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആരാണ്? അർജുൻ്റെ ആ ഒരു പ്രത്യേകത ഇത്ര കുറച്ച് നാളത്തേക്ക് അർജുൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതാണ് ഒരു എന്താണ് പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം. ഇത്രയും നാള് സൈലന്റ് ആയിട്ടിരുന്ന ഒരാളെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ അയാള് 5 വരെ എത്തി. അപ്പൊ അർജുന് 5 വരെ എത്താമെങ്കിൽ എന്താണ് ബിഗ് ബോസ് പറഞ്ഞ കാര്യമൊക്കെ ഏകദേശം ശരിയാണ്. കാരണം ഇത് പ്രവചനാതീതമാണ്. നമ്മളല്ല ഒരുപാട് പേര് വിചാരിച്ചു അർജുൻ ശ്രീതു ഒക്കെ നേരത്തെ പോകേണ്ട ആളായിരുന്നു, പക്ഷെ അവരിപ്പോഴും ഉണ്ട്. അതേസമയം നല്ല കുറെ പെർഫോമൻസ് ചെയ്തിരുന്ന അപ്സര എന്നൊക്കെ പറഞ്ഞ ആള്, പിന്നെ മറ്റേ സിബിൻ, അവരൊക്കെ നന്നായിട്ട് പെർഫോമറായിരുന്നു, നല്ല ഹൈലി പെർഫോമറായിരുന്നു. പിന്നെ ഏതായാലും പിന്നെ നോറയും അത്യാവശ്യം നന്നായിട്ട് ഇപ്പോ ഇമോഷണൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഗെയിമിന്റെ കാര്യത്തിലും എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് ഇപ്പോൾ ഉള്ളവരെല്ലാം കുറച്ചും കൂടിയൊക്കെ ഒരുമിച്ച് ഒപ്പം നിൽക്കാവുന്ന അത്ര ഒരു ഇതിൽ പെട്ടുന്ന ഒരാളായിരുന്നു നോറയും. പിന്നെ അടുത്ത് വരുന്ന ആള് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ പോയ കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മുടെ ജാൻമണി നല്ല ഗെയിം പ്ലെയർ ആയിരുന്നു, നല്ല വാക് സാമർഥ്യമൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു ലക്ഷ്മി ജയലക്ഷ്മി, അത് പേരും കിട്ടുന്നില്ല. അവരൊക്കെ നല്ലൊരു സിനിമയിലൊക്കെ അഭിനയിച്ച ഏതാണ് സൈനികത്തിന്റെ അമ്മയായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല പെർഫോമറാണ്, ഇപ്പോഴും നല്ല പെർഫോമറാണ്, നല്ല ആർട്ടിസ്റ്റ് കൂടെയാണ്, നല്ല അഭിനയം. അന്ന് ഒരു എപ്പിസോഡിൽ ഒരു അമ്മയും മകന് ഹൃദയം മാറ്റി വെച്ച് സിബിനൊക്കെ ആയിട്ടുള്ള അഭിനയമൊക്കെ നന്നായിട്ട് ചെയ്ത ഒരു സ്ത്രീയാണ്. പിന്നെ ശരണ്യൊക്കെ നല്ല പെർഫോമർ ആയിരുന്നു. നല്ല പെർഫോമർ ശരണ്യ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യത്തോടെ എടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ഒരു അമ്മ, ഒരു മോഡലിൽ വന്നൊരു യമുന റാണി, അവരും നല്ലൊരു പെർഫോമർ ആയിരുന്നു. അപ്പൊ എല്ലാവരും നല്ല പെർഫോമർ. പക്ഷെ അവരൊക്കെ പകുതി വെച്ച് വീണുപോയി ഔട്ടായി പോയെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രവചനാതീതമാണെന്നാണ് എൻ്റെ പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഔട്ടാക്കി, എന്താ കാരണം എന്താണ്, ആരോടും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പെർഫോമർ. നമ്മൾ എന്തിനാണ് അയാളെ ഔട്ടാക്കിയത്? ഇത് ബിഗ് ബോസ് നടത്തുന്ന ഒരു ഷോയാണ്. അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ അവർക്ക് ചെയ്യാം. ആരാണ് അത് ചോദ്യം ചെയ്യാൻ? അവരെന്ത് അനീതി കാണിക്കുന്നാണെങ്കിൽ അത് അവരുടെ രീതി അങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും അനീതി കാണിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക്
അയാൾ ഔട്ടായി പോയാൽ പിന്നെ അയാൾ പോയിക്കൊള്ളണം. പിന്നെ പുറത്തിറങ്ങിയിട്ട് അയാൾ ഞങ്ങളോട് നീതിയാണ് ഭയങ്കര ഉടായിപ്പാണ് മറ്റേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഔട്ടായി പോയി ഞാൻ ഔട്ടായി പോയി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ പുറത്ത് പോയിട്ട് അവർക്കെതിരെ കുറ്റം പറഞ്ഞു ഞങ്ങൾക്ക് എഡിറ്റേഴ്സിനെതിരെ അവർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നുള്ള നിങ്ങൾക്ക് കിട്ടിയില്ലേ, തന്നില്ലേ, അവസരം തന്നില്ലേ, ഓപ്പർച്യൂണിറ്റി തന്നല്ല, അതിന്റെ ശമ്പളം തന്നു, പിന്നെ കിട്ടിയ അവസരം മുതലെടുത്ത് അങ്ങ് പോവുക, അല്ലാണ്ട് വീണ്ടും പിന്നെ അടുത്തതല്ല ഇത്ര ഫേമസ് ആയ സ്ഥിതിക്ക് വേറെ വല്ല സിനിമയിൽ അങ്ങനെ വില കയറാനുള്ള ഇത് നോക്കുക, അല്ലാണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കുറിച്ച് ഇതിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് വലിയ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോ ഉള്ള ഞാൻ കറക്റ്റായിട്ട് പറയുന്നതാണ് ഈ 5 പേരുണ്ട് ഇപ്പോ. ഇതിൻ്റെ അകത്ത് ജിൻഡോ ബ്രോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ശ്രീത്ത് ഉണ്ട്, അർജുൻ ഉണ്ട്, അഭിഷേക് ഉണ്ട്. ഇതില് 5-ല് ആര് ഈ കപ്പടിക്കും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറയും, ബേസ്ഡ് ഓൺ ദ വർക്ക് ദേ ഹാവ് ഡൺ എന്ന് പറയാം. അതായത് നമുക്ക് ഒരാളുടെ അട്രാക്ട് ചെയ്ത് നമ്മളുടെ കണ്ടന്റ് ക്രിയേറ്ററായിട്ട് നമുക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാക്കി എന്താണ് റേറ്റിംഗ് കൂട്ടാൻ പറ്റും, റീച്ച് കൂട്ടാൻ പറ്റും, നമ്മളുടെ റീച്ച് എത്തിക്കാൻ സാധ്യമാക്കി. ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് റീച്ച് ഉണ്ടാക്കാൻ ഒരു കണ്ടസ്റ്റിനെ കുറിച്ചോ അല്ല 2 കണ്ടസ്റ്റിനെ കുറിച്ച് അവർ വിചാരിച്ചാൽ സാധിക്കും. ഇനി അവരെ തന്നെ വീണ്ടും എഡിറ്റ് അവർ വിചാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ എഡിറ്റ് ചെയ്യുന്നവർ അവരുടെ സീൻസ് മാത്രമാണ് എഡിറ്റ് ചെയ്യുമെങ്കിൽ അവർക്ക് കൂടുതൽ കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ അത് കൂടുതൽ റീച്ച് ഉണ്ടാക്കും, അത് ഓക്കെ. പക്ഷെ ഈ സമ്മാനം എന്താണെന്ന് വെച്ചൊരു 50 lakhs അങ്ങനെ എന്താണ്ടൊക്കെയാണ് സമ്മാനം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പണിയെടുത്തിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഈ 50 lakhs കിട്ടുന്ന വ്യക്തി അതിനനുസരിച്ചുള്ള ജോലി ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ആണായാലും പെണ്ണായാലും ശരി, അടുത്തിട്ടുള്ള ജോലി എടുത്തിട്ടുള്ള ഒരു 50 lakhs ആണ് നമ്മുടെ അതിൻ്റെ ഒരു സമ്പാദ്യം. അപ്പോൾ ആ സമ്പാദ്യത്തിന് അനുസരിച്ചുള്ള ജോലി ആ വ്യക്തി എടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുള്ള എന്താണ് ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണം കപ്പ് കിട്ടാൻ എന്നാണ് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കപ്പടിക്കാനുള്ള സാധ്യത ആർക്കാണ്? ജിൻഡോയ്ക്കാണോ, ജാസ്മിനാണോ, അഭിഷേകിനാണോ, ശ്രീധുവിനാണോ, അർജുനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണെന്ന് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കണ ആരാ, അയാൾക്ക് വേണം കപ്പ് കൊടുക്കാൻ. അല്ലാതെ ഇയാൾക്ക് കപ്പ് അടിച്ചില്ലെങ്കിൽ അയാൾക്ക് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് വിഷമം പോകും. പുറത്തിറങ്ങുമ്പോൾ അയാളൊന്നും അത് നാറ്റക്കേസാണ്. ഇനി വീണ്ടും അത് പിന്നെ പുറത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു, കപ്പടിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആകെ നാണക്കേടാവുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരാണോ പണിയെടുത്തത് അയാൾക്കാണ് കപ്പ്. അതായിരിക്കണം അതിൻ്റെ ഒരു ലോജിക്ക്, അതിൻ്റെ ഒരു നീതി, ഒരു കാവ്യനീതി എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നവർക്ക് കപ്പ് കിട്ടണം. അല്ലാതെ പണിയൊന്നെടുക്കാണ്ട് വെറുതെ കിടന്നുറങ്ങി ഇപ്പോഴത്തെ യുവാക്കളൊക്കെ പോലെ അങ്ങനെ എല്ലാവരും അല്ല, ചിലരായാലും ഇപ്പോൾ ജോലി ഉണ്ടായാലും വീട്ടുകാർക്കിട്ട് പണിയെടുക്കാവുന്ന രീതിയിൽ വീട്ടിൽ കിടന്നുറങ്ങുന്നു, വീട്ടിൽ കിടന്ന് മനഃപൂർവ്വം കിടന്നുറങ്ങുന്നു ജോലിക്ക് പോകാണ്ട്. കാരണം എന്താ, വീട്ടുകാരുമായിട്ട് ഉടക്കാണ്, അതുകൊണ്ട് വീട്ടിൽ ജോലിക്ക് പോകാണ്ടിരിക്കും. പിന്നെ എന്താണ് അല്ലെങ്കിൽ പൈസ ചോദിക്കുമല്ലോ എന്നുള്ളൊരു പേടിയുണ്ട് ജോലിക്ക് പോകാതെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും അല്ല, ചിലരും അത്. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജോലി സ്ഥലത്തിൽ ഉത്തരവാദിത്തം നമ്മുടെ വീട്ടിലേക്കാകും, പിന്നെ വേറെ ഉത്തരവാദിത്തങ്ങൾ വരും, പിന്നെ ബില്ലടക്കേണ്ടി വരും, കുറേ എല്ലാത്തിനും കൂടി ജോലിക്ക് കൊണ്ടിറങ്ങേണ്ടി വരും. അപ്പൊ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ആരാണോ പണിയെടുക്കുന്നത് അവർക്ക് അയക്കണം കപ്പ്. ഇപ്പൊ ഒരു കമ്പനിയിൽ തന്നെ കുറെ പേര് എല്ലാവർക്കും ഒരേ സാലറിയാണ്, പക്ഷെ ഒരാൾ ഭയങ്കരമായിട്ട് പണിയെടുക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് കൂടുതൽ സാലറി കൊടുക്കണം. അല്ലാതെ അയാൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലത്തെ സാലറി അയാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആരാണ് കൂടുതൽ പണിയെടുക്കുന്നത് അവനാണ് കൂടുതൽ സാലറി എടുക്കേണ്ടത്. ഇപ്പൊ വീട്ടിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ അപ്പനമ്മയൊക്കെ നല്ലതായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ അപ്പൻ നന്നായിട്ട് പണിയെടുക്കുന്നു, അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അപ്പന് ചിലപ്പോൾ കുറച്ച് 1 പീസ് 2 പീസൊക്കെ കൂടുതലൊക്കെ ഇട്ടുണ്ടാവും. അത് അപ്പൻ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അപ്പനത് വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും കുറച്ച് കൂടുതൽ പണിയെടുക്കുന്നവർക്ക് അയാൾക്കാണ് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ അവകാശമുള്ളത്. ആണ് അതിൻ്റെ ഒരു കൺസ്യൂം തിയറി എന്ന് പറയാം. അല്ലാതെ വെറുതെ പണിയെടുക്കാതെ തിന്നുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ഓടി അകലേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് അധ്വാനിക്കുന്നത് അയാൾക്ക് കൂടുതൽ കിട്ടണം.
അയാളുടെ അവകാശമാണ്. അല്ലാതെ എല്ലാവർക്കും ഒരേ സാലറി, അത് കൂട്ടായ്മയാണ്, എല്ലാവരും കൂട്ടായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്, കൂട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സാലറിയാണ്. അങ്ങനെയല്ല, കൂട്ടത്തിൽ ഒരാൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. എല്ലാ ദിവസവും അയാളാണ് കൂടുതൽ, മറ്റുള്ളവരെല്ലാം കൂടുതൽ എമൗണ്ട് ജോലി അയാൾക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. പക്ഷെ കൂടുതൽ സാലറി കൊടുക്കുന്നു എന്ന് പറയുന്നു അല്ലാതെ യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ അത് അയാളോട് കാണിക്കുന്ന ഒരു അനീതി കൂടിയാണ്. അപ്പൊ ആർക്കാണോ കൂടുതൽ അധ്വാനം, കൂടുതൽ സ്ട്രെസ്, കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വന്നത് അയാൾക്ക് വേണം ഈ കപ്പ് കിട്ടാൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.